മക്കളെ, ഇന്ന് നമുക്ക് ഒരു എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ എക്സാം അടുത്തു അല്ലേ, അടുത്തു തുടങ്ങി, എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ പഠിക്കുക, ടെൻഷനൊന്നും കൂടാതെ നിങ്ങൾ എക്സാം എഴുതാം. എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എങ്ങനെ മാർക്ക് നേടാൻ പറ്റും എന്ന രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചു നോക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു നോക്കുക. സംശയം തോന്നുന്നതിനെ നിങ്ങൾ നമ്പറിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു അടയാളം വെക്കുക, എന്നിട്ട് അതിനെ വീണ്ടും വായിക്കുക. ഫുള്ള് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് അതിനെ വീണ്ടും വായിക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഓരോ ക്വസ്റ്റ്യനും നേരെ മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും. എത്ര മാർക്കിനാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത് എന്ന കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം. കാരണം ചില ക്വസ്റ്റ്യന് ക്യാ ഹേ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ക്വസ്റ്റ്യനിൽ ക്യാ ഹേ എന്നായിരിക്കും ഉണ്ടാവുക. 1 മാർക്കിനും അത് എഴുതാൻ പറ്റും, 2 മാർക്കിനും എഴുതാൻ പറ്റും. കാരണം 2 മാർക്കിന് എഴുതുകയാണെങ്കിൽ ഒന്ന് വിശദമായിട്ട് എഴുതേണ്ടി വരും. 1 മാർക്കിനാണെങ്കിൽ ചുരുക്കി എഴുതിയാലും മതി. അപ്പോൾ മാർക്ക് എത്രയുണ്ട് എന്ന കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് 2 മാർക്കാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് എഴുതണമെങ്കിൽ 2 മാർക്ക് കിട്ടുള്ളൂ. 1 മാർക്കിൻ്റെ രീതിയിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ 2 മാർക്കിൻ്റെ സ്ഥാനത്ത് 1 മാർക്ക് കിട്ടുകയും 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം രണ്ടാമത് മാർക്കാണ്. ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, രണ്ടാമത് മാർക്ക്. പിന്നെ ഓരോ ക്വസ്റ്റ്യനും അടുത്ത് തന്നെ ഇതാ സൂചന ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, സൂചന തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഇവിടെയുള്ള നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. 1 മുതൽ 4 വരെയാണ്. 1 से 4 തക്ക്. ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായും ചില കുട്ടികൾക്കൊക്കെ മാർക്ക് കുറയാനുള്ള കാരണം. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ സൂചനയാണ് ഇതാ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ 4 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വായിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ഏത് സംഭവം നിങ്ങൾക്ക് ഈ ഘടന മനസ്സിലായി കഴിഞ്ഞാൽ ഈ താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനും സിമ്പിളായിരിക്കും. മനസ്സിലായല്ലോ? പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. 1-2 തവണ ഒന്ന് സാവധാനം ഇരുന്ന് വായിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊന്നും കളിക്കാതെ സ്വന്തം ക്വസ്റ്റ്യനിലേക്കും അവനാൻ എഴുതുന്ന ആൻസർ ഷീറ്റിലേക്കും മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. പിന്നെ ഈ ക്വസ്റ്റ്യൻ അതുപോലെ സഹി മിലാൻ മാർക്ക് നേടാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ 4 മാർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ കവിതയുടെ ആശയം എഴുതാൻ. കവിതയുടെ ആശയം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. 2 കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടേമിലേക്ക് 2 കവിതയാണ് പഠിക്കാനുള്ളത്. ആ 2 കവിതയുടെയും ആശയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏത് ലൈൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ആശയം തന്നെ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ഈ 4 ലൈനിൻ്റെതാണ് എഴുതേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ടോട്ടലായിട്ടൊരു ആശയം തന്നിട്ടുണ്ടാവുമല്ലോ, അത് തന്നെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം മുതലൊന്ന് നോക്കിയാലോ. നോക്കൂ, सूचनाएं ध्यान से पढ़ें और प्रश्नों के उत्तर लिखें. അതായത് നിങ്ങളോട് പറഞ്ഞത് ഈ തന്നിരിക്കുന്ന സൂചന ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ നിന്നാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നീട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ക് ഓർ സമയ പർ ധ്യാൻ ദേക്കർ പ്രത്യേക പ്രശ്ന കാ ഉത്തർ ലിഖിയേ. അതായത് സമയം, നിങ്ങൾക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിരിക്കണം. അപ്പോൾ സമയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർക്ക്, എത്രയാണോ മാർക്ക് തന്നിരിക്കുന്നത് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. 4 മാർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് 4 മാർക്കിന് എത്ര എഴുതണോ അത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. 2 മാർക്കാണെങ്കിൽ 2 മാർക്കിൻ്റെ മാർക്കും നേടാൻ വേണ്ടി എത്ര എഴുതണോ അത്ര എഴുതിയിട്ടുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
പ്രതീക്ഷ കാ സമാനാർത്ഥി ശബ്ദ്. പ്രതീക്ഷ കാ സമാനാർത്ഥി ശബ്ദ് ഹേ. അതായത് അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, തെരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, അതന്നെ. അതിന്റെ ഹിന്ദി ഹിദായത്ത്, ധ്യാൻ, ഇന്തസാർ. ഇതറിയണമെങ്കിൽ ഇതിന്റെ മൂന്നിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയണം അല്ലേ. ഹിദായത്ത്, ധ്യാൻ, ഇന്തസാർ. ഏതാണ് ഇതിൽ വരുന്നത്? ഇന്തസാർ അല്ലേ. ഇന്തസാർ കർണ പ്രതീക്ഷിച്ചിരിക്കുക, അതാണ് ഇന്തസാർ. ഇതൊക്കെ ഇന്തസാർ കർണ പഠിത്ത. നിങ്ങൾ തന്നിരിക്കുന്ന ഈ പാരഗ്രാഫ് ഉണ്ടല്ലോ, ഈ പാരഗ്രാഫിന്റെ ലാസ്റ്റിൽ ഇവിടെ ഉണ്ട് ഇന്തസാർ കർണ. ഓക്കെ, അപ്പൊ ഈ പാരഗ്രാഫ് ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും അതിന്റെ ആൻസർ കിട്ടും. ഇനി അടുത്തത് നോക്കുക. മാം കി ഹിദായത്ത് ക്യാദി. അമ്മയുടെ നിർദ്ദേശം എന്തായിരുന്നു? അമ്മ മക്കൾക്ക് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. മൂത്ത മകനോടൊരു നിർദ്ദേശം വച്ചു എന്ന് നമ്മൾ കഹാനിയിൽ പഠിച്ചതാണ്. അപ്പൊ ഈ പാരഗ്രാഫ് വീണ്ടും നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. ഇതിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ചിലതിൽ ആൻസർ ഉണ്ടായിരിക്കില്ല, എങ്കിലും എങ്ങനെ എഴുതണം എന്നൊരു സൂചനയെങ്കിലും നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചിലത് നിങ്ങളെ ഭാഗ്യത്തിന് ചിലപ്പോൾ അതിൽ ആൻസർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് നോക്കാം. माम की हिदायत दी कि झटपट को छोटे भाई का ध्यान रखना है, नड़कड़ को अपने साथ ही रखना है. കണ്ടോ? അമ്മയുടെ ഹിദായത്ത് ഇതായിരുന്നു. അമ്മയുടെ ഹിദായത്ത് ഇതായിരുന്നു. മാം കി ഹിദായത്ത് ദീ കി झटपट को छोटे भाई का ध्यान रखना है, नड़कड़ को अपने साथ ही रखना है. രണ്ട് സെന്റൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അത്രയും എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? 2 മാർക്ക്. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, मान ले इस संबंध में झटपट ने अपनी डायरी में लिखा, डायरी का वह अंश तैयार करें. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ് നിങ്ങൾ പെടുന്നത്. എന്താണ്? ഡയറി എഴുതാനാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഇത് സ്വയം ചെയ്യേണ്ട കാര്യമാണ്. 4 മാർക്കാണ് അതിന് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഇതിൽ ഡയറി തന്നിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ആ തന്ന ഡയറി ആയിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആയിരിക്കാം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സംഭവത്തിനെ കുറിച്ചിട്ട്. മാലേ ഈ സംബന്ധമേ, അതായത് ഇതിനെ സംബന്ധിച്ച് എന്നാണ് പറഞ്ഞത്. ഈ മുകളിൽ പറഞ്ഞ സൂചനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ഈ മുകളിലെ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയണം. അപ്പോഴല്ലേ അതിനെ സംബന്ധിച്ച് നമുക്ക് ഡയറി എഴുതാൻ പറ്റുള്ളൂ. ചട്പട് അപ്പനി ഡയറി മെലുക. ചട്പട് അവന്റെ സ്വന്തം ഡയറിയിൽ എഴുതി. അതായത് ഈ ഡയറി എഴുതുന്ന സമയത്ത് ഈ എഴുതുന്ന ഓരോ കുട്ടിയുമാണ് ഈ ചട്പട് എന്ന് പറയുന്ന കുട്ടി. അതായത് സ്വയം എഴുതുകയാണ്. ചട്പട് ആയിക്കൊണ്ടാണ് നമ്മൾ ഈ ഡയറി എഴുതുന്നത്. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയുള്ള സൂചനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സങ്കല്പിച്ച് എഴുതിയാൽ മതി നിങ്ങൾ. माम की हिदायत दी कि झटपट को छोटे भाई का ध्यान रखना है, नड़कड़ को अपने साथ ही रखना है. അമ്മയുടെ നിർദ്ദേശം ഇതായിരുന്നു, ജഡ്പടിനെ ചോട്ടെ ബായിക്ക ചെറിയ സഹോദരനെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നടുക്കടിനെ ജഡ്പട് എന്ത് ചെയ്യണം? നടുക്കടിനെ എപ്പോഴും കൂടെ തന്നെ നിർത്തണം. അനുജനെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം, അവനെ എപ്പോഴും കൂടെ നിർത്തണം, അവനെ നോക്കണം എന്നതായിരുന്നു അമ്മയുടെ നിർദ്ദേശം. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. ഇതുകൊണ്ട് തന്നെ ചട്പടിനെ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നു. കാരണം നമ്മുടെ നടുക്കട് വളരെ പതുക്കെയാണ് വരുന്നത്, അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നത്. ഉനേം നടുക്കട് കോ പുക്കാർ കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പड़ता. അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? നടുക്കടിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വേഗം നടക്കാൻ പറയേണ്ടി വന്നു. ബാർ ബാർ രുക്കർ നടുക്കെടുക്ക ഇന്ദസാർ കർണാപടത്ത. ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ നിന്നിട്ട് അവനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വഴിയിൽ നിൽക്കേണ്ടി വന്നു. അപ്പൊ അത്രയും കാര്യമാണ് ഇതിൽ പറഞ്ഞത്. ഈ കാര്യം തന്നെയാണ് നമുക്ക് ഡയറിയിലേക്കും ചേർക്കേണ്ടത്. മനസ്സിലായ? ആ ദിവസം ചട്പട് എഴുതിയ ഡയറി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എന്തെല്ലാമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പൊ ഏകദേശം നമുക്ക് എങ്ങനെയാണ് അതൊന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. ചട്പട് എന്താണ് പറയുക, ഡയറി എഴുതാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആജ് കാ ദിൻ മേ കബി നഹീ ഭൂലൂങ്ക. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ആജ് മേനെ മാം സേ
ശിക്കായത്ത് കി. ഞാൻ ഇന്ന് എൻ്റെ അമ്മയോട് ഒരു പരാതി പറഞ്ഞു. എന്തായിരുന്നു ആ പരാതി? നടുക്കട് രാസ്തേമേം കൈ ശരാരത്തി കർത്തി ഹെ. നടുക്കട് വഴിയിൽ പല വികൃതിയും ചെയ്യുന്നുണ്ട് എന്ന പരാതി ഞാൻ അമ്മയോട് പറഞ്ഞു. ഉസി സമയ മാം നെ മുജെ കഹാക്കി. ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ അമ്മയോട് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞത് എന്തായിരുന്നു? ചെറിയ കുട്ടിയാണ്, അവനെ നോക്കണം എന്ന ഒരു ഹിദായത്താണ് അമ്മ എനിക്ക് നൽകിയത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇവിടെ തന്നിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, നമുക്ക് ഈ സൂചനയിൽ തന്നിട്ടുള്ള ആ ലൈൻ തന്നെ എഴുതാം. മാം കി ഹിദായത്ത്, ലേക്കിൻ മാം കി ഹിദായത്ത് യഹ്ദാക്കി. എന്നാൽ അമ്മയുടെ ഹിദായത്ത് ഇതായിരുന്നു. झटपट को छोटे भाई का ध्यान रखना, नटखट को अपने साथ ही रखना है. മാം കാ ഹിദായത്ത് യഹ്ദാക്കി. ചോട്ടെ ബൈക്ക, ചട്പടുക്കോ വേണ്ട, ചട്പടാണല്ലോ എഴുതണത്. അപ്പൊ മാം കി ഹിദായത്ത് യഹ്ദാക്കി, അമ്മയുടെ നിർദ്ദേശം ഇതായിരുന്നു. യഹ്ദാക്കി ചോട്ടെ ബായിക്ക ധ്യാൻ രഖന, സഹോദരനെ ശ്രദ്ധിക്കണം. അപ്പനെ സാത്ത് ഹി രഖന, എന്റെ കൂടെ തന്നെ നിർത്തണം. അതായിരുന്നു അമ്മയുടെ ഹിദായത്ത്. മനസ്സിലായോ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഹിദായത്തായി. പിന്നെ ഇസ്ലിയെ ജഡ്പടുക്കോ, അതിന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമാണ് പറയണത്, അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം. ജഡ്പട് പറയാണ്, സ്കൂൾ കേലിയെ ജാത്തെ സമയ, സ്കൂൾ ജാത്തെ സമയ നടുക്കട് ധീരെ ധീരെ ചലത്താ ഹെ, ഇസ്ലിയെ ഇസ്കെ ഇന്തസാർ കർണ പടുത്താ ഹെ. അതുകൊണ്ട് എനിക്ക് അവന് പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നു. മനസ്സിലായ? ബാർ ബാർ രുക്കുകർ നടുക്കെടുക്ക ഇന്തസാർ കർണ പടുത്താ ഹെ. മുജെ എനിക്ക്, മുജെ ബാർ ബാർ രുക്കുകർ എനിക്ക് നിരന്തരം നിന്നിട്ട് അവൻ എങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ട് വരുന്നു. ജൽദി ചലനെ കെ ലിയെ കഹ്ന പടുത്താ ഹെ, വേഗം നടക്കാൻ വേണ്ടി പറയേണ്ടി വരുന്നു. പിന്നെ ഉസേ പീച്ചെ മുടുക്കർ ദേക്കന പടുത്താ ഹെ, അവനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു. ഉസേ പീച്ചെ മുടുക്കർ ദേക്കന പടുത്താ ഹെ, ഇടയ്ക്ക് അവൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു. എന്താണ് ഇതിനൊക്കെ കാരണം? അവൻ പതുക്കെ നടക്കുന്നത് കാരണം. മനസ്സിലായില്ലേ? അപ്പൊ ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ഇത് എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, ഇനി നോക്കാം. मान ले इस संबंध में झटपट ने अपनी डायरी में लिखा. നമ്മൾ നോക്കി കഴിഞ്ഞതാണ്. ഇനി സഹി മിലാൻ കർക്കെ ലിഖേം. സഹി മിലാനാണ് പറഞ്ഞിരിക്കുന്നത്. झटपट, നിങ്ങൾ ഈ ഭാഗം झटपट സ്കൂൾ നടുക്കട് കാഗസ് കിനാവേം, അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആദ്യം തന്നെ എഴുതി വെക്കാം. ആദ്യം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ജഡ്പടിന് നമുക്ക് ഇവിടെ യോജിക്കുന്നത് എന്താണെന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അതിനെ നേരെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ജഡ്പടിൻ്റെത് ഇത് 4 നിങ്ങൾ കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. നോക്കുക, ജഡ്പട് ദൂസരേ ഗാവും വേണ്ട, അതതിന് ചേരുന്നതല്ല. ജഡ്പട് 2 സാൽ ബടാതാ, അല്ലേ? ജഡ്പട് 2 വയസ്സിന് മൂത്തവനായിരുന്നു, അതാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ജഡ്പട് 2 സാൽ ബടാത. അപ്പൊ എന്ത് ചെയ്യണം? ജഡ്പടിന്റെ നേരെ നമ്മൾ 2 സാൽ ബടാത എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് സ്കൂളാണ്. സ്കൂൾ, ഇനി നമുക്ക് 2 സാൽ ബടാത എടുക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആൻസർ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞതാണ്. അപ്പൊ അതിനെ ഇനി നമുക്ക് നോക്കണ്ട, ഈ 3 നോക്കിയാൽ മതി. ഈ 3 സ്കൂൾ ദൂസരേ ഗാവ് മേധാ, നമുക്ക് അതിന്റെ ആൻസർ അപ്പൊ തന്നെ കിട്ടിയില്ലേ? ദൂസരേ ഗാവ് മേധാ, അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. സ്കൂൾ എവിടെയായിരുന്നു? മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. ഇനി അടുത്തത് വരുന്നത് നടുക്കട്. നടുക്കട് പാനിമേ ചോടതി, നടുക്കട് ധീരെ ധീരെ ചലത്താതാ. നടുക്കട് പാനിമേ ചോടതി, നടുക്കട് ധീരെ ധീരെ ചലത്താതാ. ഏതാണ് ശരി? നടുക്കട് ധീരെ ധീരെ ചലത്താതാ. ഓക്കെ, അടുത്തത് കാഗസ് കി നാവേം, കടലാസിന്റെ തോണി. കടലാസ് തോണി പാനിമേ ചോടതി, വെള്ളത്തിലിട്ടു. കാഗസ് കി നാവേം പാനിമേ ചോടതി,
കണ്ടോ? അങ്ങനെയും നിങ്ങൾക്ക് തിരഞ്ഞു കണ്ടെത്താൻ പറ്റും. നേരെ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇടയ്ക്കുള്ളതാണ് കിട്ടുന്നതെങ്കിൽ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ നോക്കുക ഏതാണ് അതിന് യോജിക്കുന്നത്. നടുക്കടാണെങ്കിൽ നടുക്കട് ഇതിലേതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ആദ്യം എഴുതി വെക്കുക. കാഗസ് കി നാവേം ആണെങ്കിൽ പാനിമേ ചൂർത്തി അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതെങ്കിൽ അത് എഴുതി വെക്കുക. ഓക്കെ, ലാസ്റ്റ് 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തത് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് സഹി മിലൻ. അടുത്തത് ബഹുത്ത് ദിനോं के बाद കവിത की निम्नलिखित पंक्तियां पढ़ें. 5 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇതിൽ നിന്ന് ചെയ്യേണ്ടത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞതാണ് എത്ര മുതൽ എത്ര വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇതിൽ നിന്ന് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അഞ്ചാമത്തത് ഇൻ പങ്ക്തിയോं के കവി കോൻ ഹേ. ഈ കവിത എഴുതിയ കവി ആരാണ് എന്നാണ് ചോദിച്ചത്. ഇൻ പങ്ക്തിയോं के, ഇൻ പങ്ക്തിയോ പറഞ്ഞാൽ ഈ വരികൾ, അതായത് ഈ മുകളിൽ തന്നിരിക്കുന്ന വരികൾ. ബഹുത്ത് ദിനോं के बाद, അപ്പൊ ബഹുത്ത് ദിനോं के बाद എന്ന കവിതയിലെ വരികളാണ് ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ബഹുത്ത് ദിനോं के बाद എന്ന കവിത എഴുതിയ കവി ആരാണ്? നിങ്ങൾക്കറിയാം അതിന്റെ ആൻസർ, അത് നിങ്ങൾ എഴുതുക. കവിനെ ജി ബർ ക്യാ ദേഖ. കവി മനസ്സ് നിറയെ കണ്ടത് എന്താണ്? അതും നിങ്ങൾക്ക് അറിയുന്നതാണ്. കവി മനസ്സ് നിറയെ എന്താണ് കണ്ടത്? ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന് കിട്ടും. ബഹുത്ത് ദിനോं के बाद अब की मैम ने जी भर देखी. കണ്ട, ഇവിടെ ചോദിച്ചതാണ് കവിനെ ജി ബർ ക്യാ ദേഖ. ജി ബർ ദേഖി എന്താണ് കണ്ടത്? അടുത്ത ലൈനാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. പക്കി സുൻഹലി ഫസലോं की മുസ്കാൻ. മനസ്സിലായോ? പിന്നീട് ഈ കവിതയ്ക്ക് ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതാംശ് പർ ടിപ്പണി ലിഖി. ഇവിടെ തന്നിരിക്കുന്ന വരികൾക്കാണ് നിങ്ങളോട് ടിപ്പണി എഴുതാൻ പറഞ്ഞത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം ഗ്രാമത്തിലെത്തിയ കവി മനസ്സ് നിറയെ അവിടെ പൂത്തു നിൽക്കുന്ന, അവിടെ വിളഞ്ഞു നിൽക്കുന്ന വിളവുകളും പിന്നെ അതുപോലെ തന്നെ ബഹുത്ത് ദിനോं के बाद പക്കി സുൻഹലി ഫസലോं की മുസ്കാൻ, പാകമായ വിളവിന്റെ സ്വർണ്ണ നിറത്തിലുള്ള വിളവുകൾ സന്തോഷപൂർണമായിട്ട് അദ്ദേഹം കണ്ടു, മനസ്സു നിറയെ കണ്ടു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ആ വരികളുടെ ആശയമാണ് നിങ്ങൾ എഴുതേണ്ടത്. അത്രയും അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ കവിതയിൽ നിങ്ങൾക്കൊരു ആശയം തന്നിട്ടുണ്ടായിരിക്കും. അത് ടോട്ടലായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ 4 വരിൻ്റെത് എഴുതാനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ കവിയെ കുറിച്ച് എഴുതുക. പിന്നീട് 4 വരിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണോ അത്രയും എഴുതുക. ലാസ്റ്റ് മൂന്നാമത് നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും. ആ മൂന്നാമത്തെ പാരഗ്രാഫും കൂടെ എഴുതി കഴിഞ്ഞാൽ കവിതയുടെ ടിപ്പണി പൂർണ്ണമായി. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് ബൂഢി കാക്കി ശാസ്തിക നിമ്നലിഖിത അംശ പഠയം 8 മുതൽ 10 വരെയുള്ള ചോദ്യത്തിന്റെ ആൻസറാണ് നിങ്ങൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. 8 മുതൽ 10 വരെയുള്ള ചോദ്യത്തിന്റെ ആൻസറാണ് ഈ സൂചന നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഉസ്കെ മേ നിഹിത് സർവനാമം. ഉസ്കെ എന്നതിലെ സർവനാമം ഏതാണ്? വഹ് ആണ് ഉസ്കെ എന്നതിലെ സർവനാമം. യഹ് ഇസ് എന്നതിനാണ് വരുന്നത്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തു തരുന്നതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. കാരണം ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാറുന്നതല്ല. ഉസ് എന്നതും ഇസ് എന്നതും ഉൻ എന്നതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റും. ബൂഢി കാക്കി അപ്പനെ ബദീജെ കാ സാത്ത് ക്യോം രഹത്തി. ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും അതിന്റെ ആൻസർ കിട്ടും. ബൂഢി കാക്കി എന്തിനാണ് തന്റെ ബദീജയോടൊപ്പം താമസിച്ചിരുന്നത്? ബൂഢി കാക്കി സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ബദീജയുടെ കൂടെ താമസിച്ചിരുന്നത് അല്ലേ? ഈ സംസാർ മേ ബൂഢി കാക്കിക്കോ അപ്പന കഹനെ വാല കോയി നഹി. ഈ ലോകത്ത് ബൂഢി കാക്കിക്ക് തൻ്റെതെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ബദീജയുടെ കൂടെ താമസിച്ചത്. എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? 2 മാർക്കിനാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സംസാർ മേ ബൂഢി കാക്കിക്ക് അപ്പന കഹനെ വാല കോയി നഹി. കാക്കി അപ്പനി സാരി സമ്പത്തി ബദീജ കാ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി थी. അത്ര എഴുതാം 2 സെന്റൻസ്. മനസ്സിലായോ? അപ്പോൾ ആ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കിസി മൻപസന്ത് ഫിലിം കി ശസ്തി തയ്യാർ കരേ. ശസ്തി ഞാൻ ഒരു വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് തരാം, നിങ്ങൾ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഈ കവിതയുടെ ആശയവും നേരത്തെ നമ്മൾ ബഹുത്ത് ദിനോं के बाद കവിതയുടെ ആശയമുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. നിങ്ങൾ
ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. ഗർ കഹാനി കാ നിമ്നലിഖിത. ഇനി ഗർ എന്ന കഹാനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ. നയേ മക്കാൻ കി നയി സഫേദ് ജക്ക് ദീവാർ മേ പുതായി കി പപ്പടി മേൻ സെ. അതായത് ആ ഉറുമ്പിനെ കണ്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഉറുമ്പ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കോൻ തേസ് ആവാസ് മേ ബാത്ത് കർ രഹേ ഹേ. കോൻ എന്ന് പറഞ്ഞ ആര്, തേസ് ശക്തമായ, ആവാസ് ശബ്ദം, അതായത് ആരാണ് വലിയ ശബ്ദത്തിൽ നല്ല സൗണ്ടിൽ ആരാണ് സംസാരിക്കുന്നത്. ബാത്ത് സംസാരിക്കുക, ബാത്ത് കർ രഹേ ഹേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചത്. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ്, ആര് തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ഉറുമ്പ് പറയുന്നത് നിങ്ങളിങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ആര് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്. ചിപ്പക്കലി ഓർ മക്കടിയാണോ, ചിപ്പക്കലി ഓർ ചൂഹ, ചിപ്പക്കലി ഓർ ചിംട്ടി? ആരാണ്? ചിപ്പക്കലി ഓർ മക്കടി അല്ലെ. ചിപ്പക്കലിയും മക്കടിയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ചീംട്ടി കെ ബच्चे ക്യോം കർവട്ട് ബദൽ രഹേ ഹേ. ചീംട്ടി ഉറുമ്പിന്റെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഉറങ്ങാതെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ഈ ചിപ്പക്കലിയും മക്കടിയും ഉച്ചത്തിൽ സംസാരിച്ചത് കൊണ്ട്. ചിപ്പക്കലി और മക്കടി തേസ് ആവാസ് മേ ബാത് കർനെ കെ കാരൺ. അത് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ചേർത്താൽ തന്നെ ആൻസർ കിട്ടും. ചിപ്പക്കലി और മക്കടി തേസ് ആവാസ് മേ ബാത് കർനെ കെ കാരൺ ചിംട്ടി കെ ബच्चे കർവട്ട് ബദൽ രഹേ ഹേ. ഓക്കെ. ഇനി അടുത്ത വാക്യ പിരമിഡാണ്. വാക്യ പിരമിഡിന്റെ അതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത തന്നെ അത് നിങ്ങൾക്ക് തരാം. അതായത് ഓരോ വാക്യ പിരമിഡും എങ്ങനെ ചെയ്യണം, ഈ താഴെ 4ാമത്തെ സെന്റൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, ഇത് തരാതിരുന്നാൽ എങ്ങനെ ചെയ്യാം, ആ രണ്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിവിടെ ഈ 4ാമത്തെ സെന്റൻസ് തന്നു കഴിഞ്ഞാൽ ഈ സൂചന ഉണ്ടല്ലോ, ശബ്ദം ഇവിടെ തരുന്നത് സോനേക്കെ ബജായി ബച്ചേ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തരാറില്ല സാധാരണ. സോനേക്കെ ബജായി ബച്ചേ എന്നത് നമ്മൾ ഈ ലാസ്റ്റ് സെന്റൻസിൽ ഉണ്ട്. സോനേക്കെ ബജായി കണ്ടോ, ബച്ചേ ഇത് രണ്ടും ലാസ്റ്റ് സെന്റൻസിലുണ്ട്. ഇത് നമ്മൾ ഇതിന്ന് എടുത്തിട്ടാണ് ഈ മുകളിലത്തെ രണ്ടെണ്ണം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ കർവട്ട് ബദൽ രഹേ ഹേ. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ഇവിടെ കർവട്ട് ബദൽ രഹേ ഹേ നിങ്ങൾ കണ്ടോ, കർവട്ട് ബദൽ രഹേ ഹേ ഈ സെന്റൻസിന്റെ ലാസ്റ്റ് കർവട്ട് ബദൽ രഹേ. സോനേക്കെ ബജായ് ഇതാ ഇവിടെ മുതലെടുക്കുക. സോനേക്കെ ബജായ് കർവട്ട് ബദൽ രഹേ രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് എഴുതി കൊടുക്കുക. സോനേക്കെ ബജായ് കർവട്ട് ബദൽ രഹേ. അടുത്തത് ബച്ചേ എടുക്കുക. ബച്ചേ സോനേക്കെ ബജായ് കർവട്ട് ബദൽ രഹേ. ബച്ചേ സോനേക്കെ ബജായ് കർവട്ട് ബദൽ രഹേ. അത്രയും എഴുതാം. ഓക്കെ. പിന്നെ ലാസ്റ്റിലാണ് ചീംട്ടി വരുന്നത്. ചീംട്ടി കെ ബच्चे സോനെ കെ ബജായ് കർവട്ട് ബദൽ രഹേ ഹേ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നോക്കാം. അതിന്റെ ആൻസറും കൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ.